നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴുതനങ്ങ വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ മീൻ വറുത്തത് പോലെ കഴിക്കാൻ പറ്റിയൊരു ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. പിന്നെ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ആണെങ്കിൽ അവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഇപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം വയലറ്റ് കളർ വഴുതനങ്ങ വേണമെങ്കിൽ എടുക്കാം. നീളത്തിലുള്ളതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്കിതൊന്ന് കനം കുറച്ച് അരിഞ്ഞിട്ടെടുക്കണം. അപ്പോൾ ഒത്തിരി കനത്തിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പോൾ നമുക്കൊന്ന് കനം കുറച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടെടുക്കാം. ഞാനിവിടെ എല്ലാം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നല്ല കളർ കിട്ടും. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടിയുള്ള ബാറ്ററായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങയിലൊന്നും പിടിച്ചിരിക്കില്ല മസാല, എല്ലാം അങ്ങ് ഒലിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയിലുള്ള ബാറ്ററാക്കി തന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം അധികം വട്ടില്ലാത്തതായതുകൊണ്ട് ഞാനിതുപോലെ എല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ കൈവച്ചാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് വഴുതനങ്ങയിൽ പുരട്ടിയെടുത്തിട്ട് ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴുതനങ്ങയിൽ ഇതുപോലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വഴുതനങ്ങയിൽ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാൻ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നമ്മളൊരു ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്യുന്നത്. ഞാനിതിലേക്ക് ഇത്രയും എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് എല്ലാ ഭാഗത്തും ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഒരുമിച്ചിടാം. പക്ഷേ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നിനു മീതെ ഒന്നായിട്ട് അധികം മൊരിഞ്ഞൊന്നും കിട്ടില്ല. അപ്പോൾ ഞാനിതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഒരേപോലെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു സൈഡൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ടുകൂടെ കൊടുക്കാം. നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കളർ കൂടെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫ്രൈക്ക്. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാ 2 സൈഡും ഇതുപോലെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവും മുരിഞ്ഞിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു കിലുകിലാന്നുള്ളൊരു സൗണ്ട് പോലെ നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അതുപോലെ ഒത്തിരി എണ്ണ ഒന്നും വന്നിട്ടില്ല. ബാക്കി ഇതാ എണ്ണ നമ്മുടെ പാനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ. ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി എരിവൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് ഒക്കെ നല്ലതാണ്. അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.